തേജസ് ആർ ഫുട്ബോൾ കമ്പക്കാരൻ, ഫുട്ബോൾ കളിച്ച് ജീവിതം തുലയ്ക്കുന്നവനെന്ന ട്രാക്ക് കേട്ടവൻ, എഞ്ചിനീയറിംഗ് കോഴ്സ് തോറ്റവൻ. ആ വലിയ മുറിവിനെ തേജസ് വലിയ അഭിമാനമാക്കി മാറ്റി. 2014 തേജസ് ഇന്ത്യൻ ഫുട്ബോളിലെ ഫ്രീ സ്റ്റൈൽ ചാമ്പ്യനായി. സ്പാർക്കി ഫുട്ബോൾ എന്ന ഫുട്ബോൾ പരിശീലന അക്കാദമിയുടെ അമരക്കാരനായി. തീർന്നില്ല, ഇന്ത്യൻ ഫുട്ബോളിലെ ഭാവി താരങ്ങളെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവാവ്. പരിശീലിപ്പിക്കുന്നത് ബംഗളൂരുവിലെ അനാഥ കുട്ടികളെ. ഫ്രീ സ്റ്റൈൽ ഫുട്ബോളിന്റെ ട്രാക്കും ട്രിക്സും പറഞ്ഞ് പരിശീലിപ്പിക്കുകയാണ് തേജസ്. എല്ലാവരിലും മുറിവേറ്റ ഒരു മനസ്സുണ്ടാവും. അതിൽ സങ്കടപ്പെട്ടിരിക്കാതെ നാളെ രാജ്യത്തിന് അഭിമാനത്തിളക്കമാകാനുള്ള പരിശീലനം. To basically understand what his life is all about. It teaches from the level of how to tie the shoelaces to how to score a goal. So the mission of Sparky Football is to build India's best under-19 team from the underprivileged kids. That's the mission. ഒരിക്കൽ ഒരു സൗഹൃദ മത്സരത്തിൽ ഫുട്ബോൾ ക്ലബ്ബായ ബയൺ മ്യൂണിക്കിനോട് 4 ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടത് തേജസിനെ നിരാശപ്പെടുത്തി. ക്ലബ് ഫുട്ബോൾ, യൂറോപ്യൻ ഫുട്ബോൾ ശൈലികളും ഇന്ത്യൻ ശൈലിയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാനായി പിന്നീടുള്ള ശ്രമം. അങ്ങനെ ഫ്രീ സ്റ്റൈൽ ട്രിക്കുകൾ പഠിച്ച് തേജസ് എത്തി. എഞ്ചിനീയറിംഗ് തോറ്റവൻ അങ്ങനെ രാജ്യത്തെ വിവിധ അക്കാദമികളിലും സർവകലാശാലകളിലും കോച്ചായി. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനമെന്ന നിലയിൽ ഈ അനാഥ ബാല്യങ്ങളെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കുന്നു. കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്നവനും പത്രം വിതരണം ചെയ്യുന്ന ബാലനും സമീപത്തെ അനാഥാലയത്തിലെ കുരുന്നുകളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. അവരിന്ന് അഭിമാനത്തിന്റെ കൊടുമുടിയിലാണ്. I feel great because of I got a wonderful coach for me. I've been played many places and I couldn't find coach like Tejas. Sparky Football helps me to play the tournament and Tejas helps how to play, and he teaches and he teaches from basics, and now I'm playing for Sparky. ലോകകപ്പ് ഫുട്ബോൾ മത്സരകാലത്ത് അർജന്റീനയ്ക്കും ബ്രസീലിനും ജർമ്മനിക്കും സ്പെയിനിനും ജയ് വിളിക്കുന്ന നമ്മൾ ഒരുമിച്ച് ഇന്ത്യയ്ക്കു വേണ്ടി ജയാരവം മുഴക്കുന്ന ഒരു ദിനം വരും. കാരണം ഈ കുട്ടികൾ കളിച്ചു വളരുകയാണ്. കാൽപന്തുകളിയുടെ ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇടം പിടിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ. വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീർ അജ്മൽ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.